അക്കൗണ്ടിങ് സൈലൻറ്റ് വിക്ടിം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ലണ്ടനിലുണ്ടായ ഒരു പരിസ്ഥിതി ദുരന്തം. ഇപ്പോഴൊന്നുമല്ല, 1952. കാരണം ഇത് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതിൻ്റെ പ്രധാന കാരണം, അതായത് മലിനീകരണ നിയന്ത്രണ നിയമമുണ്ട്. നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ വേണ്ടിയിട്ട് നിയന്ത്രിക്കാൻ വേണ്ടി നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ടല്ലോ. പല നിയമങ്ങളുണ്ട്. ഇന്ത്യൻ എയർ പൊല്യൂഷൻ കൺട്രോൾ ആക്ട് ഉണ്ട്. പിന്നെ അതുമാതിരി അമേരിക്കയിലാണെങ്കിൽ ക്ലിയർ എയർ ആക്ട് ഉണ്ട്. പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ ഈ നിയമങ്ങളെല്ലാം, എല്ലാ നിയമങ്ങളും പ്രവർത്തിക്കും. സ്വാഭാവികമായിട്ടും പാർലമെൻ്ററി സമ്പ്രദായത്തിൽ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഉള്ളിടത്തോളം കാലം എല്ലാ നിയമങ്ങളും പ്രവർത്തിക്കും. പക്ഷേ മലിനീകരണ നിയമങ്ങൾ നമ്മൾ സാധാരണ പ്രവർത്തിക്കുന്ന മാതിരി പ്രവർത്തിക്കാൻ കഴിയില്ല. അത് എന്നും നിർജ്ജീവമായി കിടക്കുക ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് മലിനീകരണം വർദ്ധിക്കുന്നത്. ആ നിർജ്ജീവമായി ആരുടെയും കുറ്റം കൊണ്ടൊന്നുമില്ല, സർക്കാരിൻ്റെ കുറ്റമല്ല, അതുമാതിരി ജനങ്ങളെ കുറ്റമല്ല, ഈ ആരുടെയും കുറ്റം കൊണ്ടല്ലാതെ, ആരുടെയും പരാതി അല്ലാതെ ഈ നിയമം എന്തുകൊണ്ടാണ് ഇങ്ങനെ പരാജയപ്പെട്ടു പോകുന്നത് എന്ന് അന്വേഷിക്കാനുള്ള ഒരു അവസരം നൽകിയതാണ് ലണ്ടനിലെ ഈ പരിസ്ഥിതി ദുരന്തം. അതായത് 1952 ഡിസംബർ മാസം 5 മുതൽ 9 വരെയാണ് ഈ വലിയ ദുരന്തം ഉണ്ടായത്. ഏകദേശം 1,00,000-ൽ പരം ആളുകൾ ഇതിൻ്റെ ഫലമായിട്ട് നേരിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായിട്ടോ മരിക്കാനിടയായിട്ടുണ്ട്. ഏകദേശം 5 ദിവസം, ഡിസംബർ 5 മുതൽ 9 വരെ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ വലിയൊരു മാറ്റം ഇംഗ്ലണ്ടിലുണ്ടായി. വ്യവസായ വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമാണ് അത്. വ്യവസായ വിപ്ലവ കാലത്ത് പല രാജ്യങ്ങളിൽ നിന്നും കോളനികൾ സ്ഥാപിച്ച് ആ കോളനികളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്ന് അത് സംസ്കരിച്ച് അവ ഉൽപ്പന്നങ്ങളെ കാർബണിൻ്റെ ഉൽപ്പന്നങ്ങളാക്കി മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും അതുവഴി കൂടുതൽ മൂലധന സഞ്ചയം നടത്തുക എന്ന ലക്ഷ്യമായിരുന്നു ഇംഗ്ലണ്ടിനുണ്ടായത്. പക്ഷേ ഇതിൻ്റെയൊക്കെ അനന്തരഫലം, ഒരു ക്ലൈമാക്സ് എത്തിയത് 1952 ഡിസംബറിൽ ഉണ്ടായിട്ടുള്ള ഈ പുകമഞ്ഞ് ദുരന്തമാണ്. ലണ്ടൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്കറിയാം, വ്യവസായ കേന്ദ്രമായിരുന്നു. വ്യവസായ കേന്ദ്രമായ ലണ്ടനിൽ ഇത്ര വലിയ അപകടം, 8,000-ൽ പരം ആളുകൾ അന്ന് തന്നെ മരിക്കാനിടയായി. ഈ പുകമഞ്ഞ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതിസൂക്ഷ്മമായ പൊടിപടലങ്ങൾ, ഏകദേശം 2.5 മൈക്രോമീറ്റർ PM പർട്ടിക്കുലർ മാറ്റർ അടങ്ങിയിട്ടുള്ള കാർബൺ പൊടിപടലങ്ങൾ, പിന്നെ നൈട്രസ് ഓക്സൈഡ്, പിന്നെ കാർബൺ മോണോക്സൈഡ്, പിന്നെ സൾഫർ ഡയോക്സൈഡ്, പിന്നെ ഇതൊക്കെ ഒന്നിച്ചിട്ട് ഈ ലണ്ടൻ നഗരത്തിലേക്ക് കേന്ദ്രീകരിച്ചു. അത് കേന്ദ്രീകരിക്കുന്ന പ്രധാന മറ്റൊരു കാരണവും പാടുണ്ട്. ആ കാരണം എന്ന് പറഞ്ഞാൽ ലണ്ടൻ വളരെ വളരെ കൂടുതൽ ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലമാണ്. ഹ്യൂമിഡിറ്റിയും അതുമാതിരി തന്നെ വളരെ തണുപ്പ് കൂടിയ സ്ഥലമാണ്. അപ്പോൾ അവിടെ വായുവിൻ്റെ മർദ്ദം വളരെ കുറയും. പ്രഷർ വളരെയധികം കുറയും. അതുകൊണ്ട് എന്താ സംഭവിച്ചാൽ മറ്റ് നഗരങ്ങളിൽ നിന്ന് ഈ മലിനവാതകങ്ങൾ ഫ്ലോട്ട് ചെയ്ത് സഞ്ചരിച്ചിട്ട് ലണ്ടനിലേക്ക് എത്തിപ്പെടും. അങ്ങനെ ലണ്ടനിലേക്ക് വ്യവസായ വിപ്ലവത്തിൻ്റെ കാലത്തിന് ശേഷം വളരെ കൂടുതലായി 1323 ലണ്ടനിൽ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. 1273 1600-കളിൽ കിങ് ജെയിംസ് ഒന്നാമൻ മലിനീകരണത്തിനെതിരെ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ അവയൊക്കെ പാസ്സാക്കുമ്പോഴും അവർ കരുതിയത് ഇത് ലണ്ടനിലെ കുഴപ്പമാണെന്നുള്ളതാണ്. കാരണം ലണ്ടനിലെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അനുസരിച്ചിട്ട് എല്ലാ വായു മലിനീകരണത്തിൻ്റെ കേന്ദ്രീകരണം അവിടെ കേന്ദ്രീകരിക്കും. മാഞ്ചസ്റ്ററിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായി ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള പതകങ്ങൾ നിറഞ്ഞിട്ടുള്ള പൊടിപടലങ്ങൾ ലണ്ടനിൽ കേന്ദ്രീകരിക്കും. അപ്പോൾ അങ്ങനെ കേന്ദ്രീകരിക്കുന്ന ലണ്ടനിൽ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവിടെ സമ്മർദ്ദം കുറയും. ലണ്ടനിൽ മലിനീകരണത്തിനെതിരെ സമ്മർദ്ദം കുറയും. ഈ മർദ്ദം കുറയും, അന്തരീക്ഷ മർദ്ദം കുറയും. ഈ മർദ്ദം കുറഞ്ഞതിൻ്റെ ഫലമായിട്ട് മറ്റൊരു പ്രതിഭാസം കൂടെ അവിടെ സംഭവിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ, അവിടെ ചുറ്റുപാടും കുന്നുകളുണ്ട്. ഈ കുന്നുകൾ എന്ന് പറയുമ്പോൾ അവിടെ ഹില്ലുണ്ട്, അതുമാതിരി പാർലമെൻറ്റ് ഹില്ലുണ്ട്, അതുമാതിരി പ്രൈം റോസ് ഹില്ലുണ്ട്. ഈ ഹിൽ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഒന്നായിട്ട് അവിടെ കേന്ദ്രീകരിക്കുകയും ലണ്ടനിലെ കൂടുതലായിട്ട്
തണുപ്പുള്ള പ്രദേശമാക്കുകയും ചെയ്തു. ഇങ്ങനെ തണുപ്പുള്ള പ്രദേശമാകുമ്പോൾ അവിടെ അന്തരീക്ഷ മർദ്ദം കുറയും. അന്തരീക്ഷ മർദ്ദം കുറഞ്ഞിരിക്കുകയാണെങ്കിൽ ലണ്ടൻ കിടക്കുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് കിടക്കുന്നത്. അന്തരീക്ഷ മർദ്ദം കുറഞ്ഞാൽ അവിടുത്തെ ബാൾട്ടിക് സീയിൽ നിന്നും പിന്നെ വരുന്ന പസഫിക് സമുദ്രത്തിൽ നിന്നൊക്കെ ധാരാളം, അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നൊക്കെ ധാരാളം അടിക്കാൻ വേണ്ടി തുടങ്ങും. ഈ കാറ്റടിക്കുന്നതിൻ്റെ ഫലമായിട്ട് വീണ്ടും ഈ മഞ്ഞ് കണങ്ങൾ അവിടെ തന്നെ കേന്ദ്രീകരിക്കുകയും അവർക്ക് ചലിക്കാൻ പറ്റാതായി തീരുകയും ചെയ്യും. അപ്പോൾ അത് മഞ്ഞുകണങ്ങൾ മാത്രമല്ല, അതിൻ്റെ കൂടെ പൊടിപടലങ്ങളുണ്ട്. അപ്പോൾ ചലിക്കാൻ പറ്റാതായി നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഈ ലണ്ടൻ മഞ്ഞുകാലത്ത് ചലിക്കാൻ പറ്റാത്ത വായു ആയിരുന്നു ലണ്ടനിലുണ്ടായിരുന്നത്. വായുവിന് ചലിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വളരെ കൂടുതലായിട്ട് ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടായി. ഇലകളൊന്നും ഇളകാത്തൊരവസ്ഥയായിരുന്നു ലണ്ടൻ ആദ്യമായിട്ട് പ്രതിപാദിച്ചത്. അവരെന്താ പെട്ടെന്ന് പേടിച്ചു പോയി. ഒരേ ഇല ഇളകുന്നില്ല. വായുവിന് കാരണം എന്താ വെച്ചാൽ ഈ സമുദ്രത്തിൽ നിന്നും പസഫിക് സമുദ്രത്തിൽ നിന്നും അതുമായിട്ട് അന്റാർട്ടിക് പ്രദേശത്ത് നിന്നും വന്ന കാറ്റുകൾ സമ്മർദ്ദം കൂടുമ്പോൾ ഈ മഞ്ഞ് കണങ്ങൾ അവിടെ തന്നെ തങ്ങി നിൽക്കുകയും അതിൻ്റെ ഫലമായിട്ട് പുറത്തേക്ക് പോകാൻ കഴിയാതെ നിൽക്കുകയും ഇത് ഉണ്ടാവുന്നതിൻ്റെ ഫലമായിട്ട് ലണ്ടൻ സ്ഥിരമായിട്ട് ഒരു മലിനീകരണ നഗരമായി മാറി.